Good morning to all. So we completed our fourth chapter, the chemical effects of electric current. So we can discuss the exercise part. So first four questions we discussed in the last class. So look at the fifth question. A tester is used to check the conduction of electricity through two liquids labeled A and B. It is found that the bulb of the tester glows brightly for liquid A while it glows very dimly for liquid B. You would conclude that ടു ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട് എ ആൻഡ് ബി എന്ന് പറഞ്ഞ് ടു ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. ആ രണ്ട് ലിക്വിഡ്സിലും ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ഷൻ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ കണ്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാണ്. ലിക്വിഡ് എയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൾബ് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്തു. വേറാസ് ഇൻ ബി, ലിക്വിഡ് ബിയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോസ് വെരി ഡിമ്മിലി, വളരെ ഡിമ്മായിട്ട് മങ്ങിയിട്ടാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്. Then what is the reason? Options 1, liquid A is better conductor than liquid B. Liquid A എന്ന് പറയുന്നത് better conductor ആണ് than liquid B. Then liquid B is better conductor than liquid A. Liquid B ആണ് more conducting എന്നാണ് പറയുന്നത്. Then both liquids are equally conducting. രണ്ട് ലിക്വിഡ്സും equally conducting ആണ്. Then fourth, conducting properties of liquid cannot be compared in this manner. ബൾബ് ഗ്ലോ ചെയ്യുന്നതിൻ്റെ ബേസിൽ നമുക്ക് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത്. സോ വിച്ച് വൺ ഈസ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഫസ്റ്റ് വൺ. ദാറ്റ് ഈസ് ലിക്വിഡ് എയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൾബ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്തു. ദാറ്റ് ഈസ് ലിക്വിഡ് എയിൽ എ എന്ന് പറയുന്നത് മോർ കണ്ടക്ടർ അല്ലെങ്കിൽ ബെറ്റർ കണ്ടക്ടർ ദാൻ ലിക്വിഡ് ബി. ലിക്വിഡ് എ ആണ് മോർ കണ്ടക്റ്റിംഗ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ബെറ്റർ ലിക്വിഡ്. ലിക്വിഡ് എ ഇലക്ട്രിസിറ്റി കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബൾബ് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്. ലിക്വിഡ് ബി എന്ന് പറയുന്നത് കുറഞ്ഞ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഡിമ്മായിട്ട് ഗ്ലോ ചെയ്യുന്നത്. സോ ലിക്വിഡ് എ ഈസ് ബെറ്റർ കണ്ടക്ടർ ദാൻ ലിക്വിഡ് ബി. ഓക്കെ, ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. ഡസ് പ്യുവർ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇഫ് നോട്ട്, വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് ഇറ്റ് കണ്ടക്റ്റിംഗ്? പ്യുവർ വാട്ടർ, ദാറ്റ് ഈസ് ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലേ, പ്യുവർ വാട്ടർ ദാറ്റ് ഈസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്റ്റ് ചെയ്യില്ല. ദെൻ ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് കണ്ടക്റ്റിംഗ്? പിന്നീട് നമുക്ക് എങ്ങനെ അത് കണ്ടക്റ്റിംഗ് ചെയ്യാം? ബിക്കോസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ പ്യുവർ വാട്ടർ ഡസ് നോട്ട് കണ്ടെയ്ൻ സോൾട്ട്. സോൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പ്യുവർ വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്റ്റ് ചെയ്യാത്തത്. ദെൻ വെൻ വി ആഡ് സം ഇമ്പ്യൂരിറ്റീസ് ടു ദി ഡിസ്റ്റിൽഡ് വാട്ടർ ലൈക്ക് സോൾട്ട്, വിനീഗർ ഓർ ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസ്, വിനീഗർ അല്ലെങ്കിൽ സോൾട്ട് പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേക്ക് കണ്ടക്റ്റിംഗ്. ആ ലിക്വിഡ് എന്തായിട്ട് മാറും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും. ഓക്കെ, ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് എ ഫയർ, ബിഫോർ ദി ഫയർമാൻ യൂസ് ദി വാട്ടർ ഹോസസ്, they shut off the main electrical supply for the area. Explain why they do this. തീപിടുത്തം സംഭവിക്കുന്ന സമയത്ത് ഫയർമാന് വാട്ടർ ഹോസ്, തീ പിടിച്ച ഭാഗത്തോട്ട് വാട്ടർ pour ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഹോസസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഏരിയയിലുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ എന്ത് ചെയ്യാറുണ്ട്? കട്ട് ചെയ്യാറുണ്ട്, ഷട്ട് ഓഫ് ചെയ്യാറുണ്ട്. എക്സ്പ്ലെയിൻ വൈ ദേ ഡു ദീസ്. വാട്ടർ കണ്ടെയ്നിങ് സോൾട്ട് അല്ലേ, പ്യുവർ അല്ലാത്ത വാട്ടറിൽ, ടാപ്പ് വാട്ടറിൽ സോൾട്ട്സിൻ്റെ എമൗണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് ടാപ്പ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ ടു സേവ് ദംസെൽവ്സ് ആൻഡ് അതേഴ്സ് ഫ്രം ഇലക്ട്രിക് ഷോക്ക്, ഫയർമാൻ ഷട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ സപ്ലൈ. ഇലക്ട്രിക്കൽ സപ്ലൈ ഷട്ട് ഓഫ് ചെയ്യാൻ കാരണം ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. So, eighth question. A child staying in a coastal region tests the drinking water and also the sea water with his tester. He finds that the compass needle deflects more in the case of sea water. Can you explain the reason? ഒരു ചൈൽഡ് എന്താണ്, ഡ്രിങ്കിങ് വാട്ടർ എടുത്തു, സീ വാട്ടർ എടുത്തിട്ട് ആ രണ്ട് വാട്ടറിലും ടെസ്റ്റർ ഡിപ്പ് ചെയ്തിട്ട് അതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യാണ്. He find that compass needle deflects more in the case of sea water. സീ വാട്ടറിൽ ടെസ്റ്റർ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ കോമ്പാസ് നീഡിലിൽ ഡിഫ്ലക്ഷൻ കൂടുതൽ കാണിക്കുന്നുണ്ട്. Then why?
ഡ്രിങ്കിങ് വാട്ടർ ഈസ് പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കും ബൈ റിമൂവിങ് ഇറ്റ്സ് സോൾട്ട് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ആ വാട്ടറിലെ ഡ്രിങ്കിങ് വാട്ടറിലെ ഇമ്പ്യൂരിറ്റീസും സോൾട്ട്സും ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടർ ഒരു പ്യുവർ വാട്ടർ ആയിട്ടുണ്ടാകും. ബട്ട് ഇൻ സീ വാട്ടർ കണ്ടെയ്ൻ ലോട്ട് ഓഫ് മിനറൽ സാൾട്ട്സ്. മിനറൽ സാൾട്ട്സ് ഒരുപാട് സീ വാട്ടറിൽ അടങ്ങിയിട്ടുണ്ടാകും. സോ സീ വാട്ടർ കണ്ടക്ട് മോർ ഇലക്ട്രിസിറ്റി ദാൻ ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിനേക്കാൾ കൂടുതൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക സീ വാട്ടർ ആണ്. So in a sea water, compass needle deflects more. Okay, 9th question. Is it safe for the electrician to carry out electrical repairs outdoors during heavy downpour? Explain. റെയിൻ നന്നായിട്ടുണ്ടാകുന്ന സമയത്ത്, അതായത് അതിവർഷങ്ങളിൽ, മഴക്കാലങ്ങളിൽ, ഹെവി റെയിൻ ഉള്ള സമയങ്ങളിൽ പുറത്ത് വെച്ചിട്ട് ഇലക്ട്രീഷ്യൻസ് ഇലക്ട്രിക്കൽ ഡിവൈസസ്, ഇലക്ട്രിക്കൽസ് റിപ്പയർ ചെയ്യുന്നത് കംഫോർട്ടാണോ, സേഫ് ആണോ? നോ, ഇറ്റ് ഈസ് വെരി റിസ്കി ആൻഡ് അൺസേഫ് ബിക്കോസ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ ദർ ആർ ചാൻസസ് ടു ഗെറ്റിംഗ് ഇലക്ട്രിക് ഷോക്ക്. വാട്ടർ എന്ന് പറയുന്നത് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റി കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡാണ്. സോ ഈ വാട്ടർ ഹെവി റെയിൻ ഉള്ള സമയങ്ങളിൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇലക്ട്രിക്കൽ റിപ്പയേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ 10th question. Paheli had heard that rain water is a good as distilled water. So she collected some rain water in a clean glass tumbler and tested it using a tester. To her surprise, she found that the compass needle showed deflection. What could be the reasons? പഹേലി കേട്ടിട്ടുണ്ട് റെയിൻ വാട്ടർ ആണ് ഡിസ്റ്റിൽഡ് വാട്ടറിനേക്കാൾ ഗുഡ് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ കുറച്ച് റെയിൻ വാട്ടർ എടുത്തു. ഒരു ക്ലീൻ ഗ്ലാസ് ടംബ്ലർ കുറച്ച് റെയിൻ വാട്ടർ എടുത്തതിന് ശേഷം അതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവൾ എന്താണ്, കോമ്പാസ് നീഡിൽ ഡിഫ്ലക്ഷന് കാണിക്കുന്നത് കണ്ടു. എയർ ഇൻ അവർ സറൗണ്ടിങ് കണ്ടെയ്ൻസ് ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് പൊല്യൂട്ടൻസ്. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എയറിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ കണ്ടെയ്നിങ് ആണ്, അടങ്ങിയിട്ടുണ്ട്. സോ ദീസ് ഓൾ പാർട്ടിക്കിൾസ് ഡിസോൾവ്ഡ് ഇൻ റെയിൻ വാട്ടർ. റെയിൻ വാട്ടറിൽ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഡിസോൾവ് ചെയ്യും. സോ റെയിൻ വാട്ടർ ബിക്കം എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. റെയിൻ വാട്ടർ എന്താവും, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും. Okay, then 11th question. Prepare a list of objects around you that are electroplated. Electroplated ആയിട്ടുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ഒബ്ജക്ട്സുകളെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് മെറ്റൽ ഓൺ അനദർ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ വേറൊരു ലെയർ ഓഫ് മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുക, കോട്ടിംഗ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് എക്സാമ്പിൾസ് ആണ് artificial jewelry items are silver or gold plated. Cold drink cans are tin plated. Cycle handles are chromium plated. Door handles are zinc plated. So these are the examples of electroplating. Okay, then 12th question. The process that you say in activity 14.7 is used for purification of copper. A thin plate of pure copper and a thick rod of impure copper are used as electrodes. Copper from impure rod is sought to be transferred to the thin copper plate. Which electrode should be attached to the positive terminal of the battery and why? In activity 14.7, പ്യുവർ കോപ്പറിൻ്റെ ഒരു തിൻ പ്ലേറ്റും ഇംപ്യുവർ കോപ്പറിൻ്റെ ഒരു തിക്ക് പ്ലേറ്റുമാണ് നമ്മൾ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്തത്. ഈ ഇംപ്യുവർ കോപ്പർ റോഡിൽ നിന്നും ഇംപ്യുവർ കോപ്പർ പ്ലേറ്റിൽ നിന്നും കോപ്പർ പ്യുവർ കോപ്പർ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. സോ വിച്ച് ഇലക്ട്രോഡ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് ഇലക്ട്രോഡാണ്? പ്യുവർ ഇലക്ട്രോഡാണോ, പ്യുവർ കോപ്പർ ഇലക്ട്രോഡാണോ, അതോ ഇംപ്യുവർ കോപ്പർ ഇലക്ട്രോഡാണോ? ഇംപ്യുവർ കോപ്പർ പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ഇംപ്യുവർ കോപ്പർ റോഡ് ആണ്, കോപ്പർ പ്ലേറ്റ് ആണ്. പ്യുവർ കോപ്പർ പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ബിക്കോസ് കോപ്പർ അയൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സോ ഇറ്റ് വിൽ അട്രാക്ട് ടു ദി നെഗറ്റീവ് ഇലക്ട്രോഡ് ടെർമിനൽ. കോപ്പർ
അയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കോപ്പർ എന്ത് ചെയ്യും, കോപ്പർ അയോൺസ് നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിൽ പോയിട്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. So we completed this chapter and we completed the exercise part. So if you have any doubts in this chapter and in this exercise part, then please ask me. So thank you. Have a nice day.